എങ്ങനെയുണ്ട്? കൊള്ളാവോ? അപ്പൊ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിയിൽ ഒരു കമന്റ് കണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ കണ്ടുപിടിച്ച് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇവിടെ ഇനി ഇതിൽ പരം തെളിവുകൾ നിങ്ങൾക്ക് ആർക്കും ആവശ്യമില്ലെന്ന് തോന്നുന്നു. അവിടെ ബ്ലൈൻഡ്സ് തുറന്ന ഉടനെ തന്നെ ഓടിച്ചെന്ന് ആ ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റുന്ന നൂറ എന്ന് പറയുന്ന വിഷജന്മത്തെ ആണ് കാണുന്നത്. അങ്ങനെ തന്നെ എനിക്ക് പറയാൻ തോന്നുള്ളൂ, അതിൽ കൂടുതൽ പറയാൻ തോന്നുന്നില്ല. ഇതൊരു ഗെയിമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ഗെയിം കളിച്ചതാവാം, ശരിയായിരിക്കാം. പക്ഷെ ഗെയിം കളിക്കുന്ന സമയത്ത് സ്വന്തം ഫ്രണ്ടിന്റെ ജീവിതം വെച്ച് ഗെയിം കളിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാനായിട്ട് കഴിയില്ല. അവിടെ ആദിലയും നൂറയും കളിച്ച ആ ഗെയിം ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ വിഷജന്തുക്കൾ എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. അതുമാത്രം വിഷം ചീറ്റുന്ന വിഷജന്തുക്കൾ എന്ന് തന്നെ പറയണം. അനുമോളവിടെ സ്വന്തം അമ്മയെ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട്. ഈ യൂണിവേഴ്സ് തന്നെയാണ് സത്യം, എൻ്റെ അമ്മ തന്നെ സത്യം, ഞാൻ എഴുതി കൊടുത്തത് എൻ്റെ നമ്പറാണ്, ഞാൻ അങ്ങനെ എൻ്റെ PR-ന്റെ നമ്പർ എഴുതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയോട് നെഞ്ചു പൊട്ടിയിരുന്ന് കരഞ്ഞിട്ട് പറയുന്നുണ്ട് ആ നമ്പർ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്, നൂറ് അതൊന്ന് എടുത്ത് കാണിക്കേ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ മൗനമായിട്ടിരുന്ന നൂറെ ഇത്രയും വലിയ വിഷജന്തു ആയി പോയല്ലോ നീയും നിന്റെ കൂട്ടാളിയും എന്ന് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. അത്രയും ജനങ്ങളെ നിങ്ങൾ വെറുപ്പിച്ച് കളഞ്ഞു. അതിനുള്ള തെളിവും ദൈവം ഞങ്ങളുടെ കൺമുമ്പിൽ കാണിച്ചു തന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ സ്വന്തം അമ്മേനൊക്കെ തൊട്ട് സത്യം ചെയ്യാന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് മാത്രമല്ല അതിനപ്പുറം ആ കുട്ടി അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പൊക്കോട്ടെ, എനിക്ക് ജീവനോടെ ഇരിക്കണ്ട, എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ ഒരാള്, അതായത് സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി പെടാപാടുപെടാണ്. എങ്ങനെയാണ് അവരെ വിശ്വസിപ്പിക്കേണ്ടതെന്ന് ആ അനുമോൾക്ക് അറിയില്ല. അപ്പൊ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ രീതിയിൽ സ്വന്തം അമ്മേനെയൊക്കെ തൊട്ടിട്ട് സത്യം ചെയ്യുമ്പോൾ അതിൽ പരം തെളിവ് വേറെ വേണോ? അവിടെ സ്വന്തം അമ്മേനെ തൊട്ട് സത്യം ചെയ്യാണ്. പിന്നെ പറയുന്നത് ഇത് ഞാൻ പറയുന്നത് കള്ളമാണെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോട്ടെ, ഞാൻ ജീവനോടെ ഇരിക്കേണ്ട, ഈ യൂണിവേഴ്സ് തന്നെ സത്യം, ദൈവം തന്നെ സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകൊച്ച് അവിടെ നിലവിളിച്ച് കരഞ്ഞിട്ട് അനുമോള് കെഞ്ചി പോയിട്ട് നൂറയുടെ അടുത്ത് പോയിട്ട് ഒന്ന് ആ പേപ്പർ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ കബോർഡിലുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവള് മൈൻഡ് ചെയ്യാതെ ഓ നിന്റെ ചേച്ചിയുടെ നമ്പർ ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ അവൾ ഒരു ഇരിപ്പിരുന്നു അവിടെ. എന്താണ് സ്വന്തം കൂട്ടാളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നൂറ ഇരുന്ന് ഇരിപ്പുണ്ടല്ലോ. അല്ല നൂറ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നലെ ഈ ആദിലയും നൂറയും അവിടെ ഇരുന്നിട്ട് ഈ ഒരു ടോപ്പിക് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ആദിലയും നൂറയും ഇരുന്ന് പറയാണ് നിനക്കറിഞ്ഞൂടെ അവൾ ആ പേപ്പറിൽ എഴുതി തന്നത്, അപ്പൊ എഴുതി തന്ന സമയത്ത് അവൾ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ, നീയും കേട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടു പേരും കൂടി ലൈവിലിരുന്ന് സംസാരിച്ചിട്ട് എപ്പിസോഡിൽ കാണിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ സംസാരിച്ചിട്ട് ഇന്ന് അനുമോള് വന്ന് ഈ ടോപ്പിക് ചോദിക്കുന്ന സമയത്ത് നൂറ പറയാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും നിങ്ങൾ തമ്മിൽ ആ നമ്പർ എഴുതി കൊടുക്കുമ്പോഴും ഞാൻ അവിടെ ഇല്ല എന്ന്. ഇതിൽ പരം തെളിവിന് വേണോ മക്കളെ? എൻ്റെ ഈ വീഡിയോ എത്ര ഓടും, എത്ര ആൾക്കാർ കാണുന്നു ഒന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിതിൽ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വേണ്ട. ഇതിന്റെ സത്യാവസ്ഥ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. കാരണം അവിടെ ഇന്ന് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് നൂറ, നിങ്ങൾ ഈ കാര്യം സംസാരിക്കുമ്പോഴോ നിങ്ങൾ ഈ പേപ്പർ കൈമാറുമ്പോഴോ ഒന്നും തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ ഇന്നലെ ആദിലയും നൂറയും ഇരുന്നിട്ട് ഈ ഒരു ടോപ്പിക് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ആദില പറയാണ് നൂറ നീയും കേട്ടതല്ലേ, നമ്മൾ ഒരുമിച്ചിരുന്നല്ലോ അവളെടുത്ത്, അവൾ എനിക്ക് ഈ നമ്പർ എഴുതി തന്നത്, അപ്പൊ അവളല്ലേ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോ നൂറ് ഇരുന്ന് തലയാട്ടുന്നു. അപ്പോൾ ഇവരവിടെ കാണിച്ച കൂട്ടിയ കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഓരോ തവണയും ഇവരവിടെ ഒരുമിച്ചിരുന്നിട്ട് അനുമോളുടെ കുറ്റങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കുകയായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവർ പറയുന്നുണ്ട് ശൈത്യ വന്നതിന് ശേഷമാണ് ഈ മനംമാറ്റം എന്ന് പറയുന്നുണ്ട്. ശൈത്യ വരുന്നതിന് മുമ്പ് എത്ര തവണ ഈ ആദിലയും നൂറയും അനുമോളെ കുറിച്ച് ഇതേപോലെ ഈ രണ്ടുപേരും മാത്രം ഇരുന്ന് എത്ര തവണ അനാവശ്യം പറഞ്ഞിട്ടുണ്ട്, അനുമോളിലെ കുറ്റങ്ങൾ ആരോപിക്കാൻ നോക്കിയിട്ടുണ്ട്, എത്ര തെറ്റുകൾ ഈ അനുമോൾ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ തരം തെളിവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇവരെ അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഗെയിം കളിച്ചത്. ഇവർക്ക് ആവശ്യം അനുമോളുടെ ഫെയിം മാത്രമായിരുന്നു. അതിൽ കൂടുതലൊന്നും ഇവർക്ക് അനുമോളോട് ഉണ്ടായിരുന്നില്ല. റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം ഇവർക്ക് അനുമോളോട് ഉണ്ടായിരുന്നില്ല. ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് അവർ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് വന്നാലും ജന്മത്ത് കൂടാൻ പറ്റാത്ത രണ്ടെണ്ണമാണ് ഇതെന്ന് ഇതിൽ പരം തെളിവ് വേണ്ട. കാരണം
കഴിഞ്ഞ ദിവസത്തെ സംഭവം വെച്ച് നോക്കുമ്പോൾ മുമ്പത്തെ ഓരോ സംഭവങ്ങളും അവർ പറഞ്ഞത് പച്ചക്കള്ളങ്ങളായിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് ഇതിൽ പരം മറ്റൊന്നും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു തെളിവും വേണ്ട. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. അത്രയ്ക്കും പഠിച്ച കള്ളികളാണ് അവർന്ന് തെളിയിക്കാൻ. ഇതിൽ പരം വേറെ ഒന്നും വേണ്ട. എല്ലാവരും പറയും അനുമോളുടെ PR ചാനൽ, അനുമോളുടെ PR ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കായിരിക്കും. എന്നാലും സാരില്ല, അനുമോളെ സപ്പോർട്ട് ചെയ്തില്ലേ എനിക്കിപ്പോൾ ഒരു കുറ്റബോധവും തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റബോധവും തോന്നുന്നില്ല. ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് സത്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഒരു പരിധി വരെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ആ പെൺകുട്ടി അറിഞ്ഞോ അറിയാതെയോ ചിലരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആരെയും മനസ്സറിഞ്ഞ് ദ്രോഹിക്കണം എന്ന് വിചാരിച്ച് അനുമോൾ അവിടെ ഗെയിം കളിച്ചിട്ടില്ല. അങ്ങനെ ഗെയിം കളിച്ച് എനിക്ക് കപ്പ് നേടണം എന്നൊരു ആഗ്രഹവും അത്യാഗ്രഹവും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദിലയ്ക്ക് നൂറയ്ക്കും ഉണ്ടായിരുന്നത് അവിടെ അത്യാഗ്രഹമായിരുന്നു. അവിടെ ഷാനവാസിനെയും അനുമോളെയും ചാരി നിന്നുകൊണ്ട് അവരുടെ ഫെയിം ഉപയോഗിച്ചുകൊണ്ട് ഇവിടം വരെ എത്തിയതിനു ശേഷം അവരെ രണ്ടുപേരെയും വെട്ടി വീഴ്ത്തിയിട്ട് ഇവർക്ക് ജയിക്കണമായിരുന്നു. ഇപ്പോഴും നൂറ് അവിടെ ഇരുന്ന് പറയുന്നത് അതാണ്, എനിക്ക് ജയിക്കണം, എനിക്ക് ജയിക്കണം, എനിക്ക് ടോപ്പ് 5 വരണം, അതെന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്, എനിക്ക് ടോപ്പ് 5 വരണം, എനിക്ക് ജയിക്കണം. ഇതാണ് അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് വൃത്തികെട്ട ജന്മങ്ങൾ എന്ന് പറയണം. ആ സ്വന്തം കൂട്ടുകാരിയുടെ ജീവിതത്തെ ഇങ്ങനെ തട്ടിമറിച്ചിട്ട് അത് വെട്ടി കുത്തി 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 ഏൽപ്പിച്ചിട്ട് അവളെ ചവിട്ടി കൂട്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുന്ന ഇവർ രണ്ടുപേരാണ് ജീവിതത്തിൽ മുന്നേറാനായിട്ട് പോകുന്നത്. എൻ്റെ മക്കളെ, എന്ത് ഗെയിം ആയിക്കോട്ടെ, എന്ത് മത്സരം ആയിക്കോട്ടെ, പക്ഷെ കൂടെ നിന്നവരെ ചതിച്ചുകൊണ്ട് ചവിട്ടിക്കൂട്ടി മുന്നോട്ട് പോകാൻ വിചാരിച്ചാലുണ്ടല്ലോ ജന്മത്ത് നടക്കില്ല കേട്ടോ. അത് നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും ശരി, എങ്ങനെയൊക്കെ വിചാരിച്ചാലും ശരി, നടക്കില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ അനുമോളാണെങ്കിൽ അതിൽ കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, എന്നേക്കാൾ കൂടുതൽ അതുപോലെ അമിതമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനൊക്കെ ഒരു മിനിമത്തിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ പറയുന്നു, അനുമോൾ വിശ്വസിക്കുന്ന ദൈവം അനുമോൾ അവിടെ കരഞ്ഞ് ദൈവത്തോട് അത്രയും നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ആ ഒരു ഇത് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് എപ്പിസോഡിലൊന്നും കാണിക്കാനുള്ള ചാൻസ് ഇല്ല, ലൈവില് ആ ഒരു സീൻ കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അനുമോളുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഇതിൽ പരം മറ്റൊന്നുമില്ല. പക്ഷേ ഇത് എപ്പിസോഡിൽ വരാത്തത് കൊണ്ട് ഒരുപാട് പേര് ചിലപ്പോൾ അനുമോളെ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇത് മതി അത്യാവശ്യം ആളുകളിലേക്ക് ഇതെത്താനും അനുമോള് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനും ഇതിൽ പരം തെളിവിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അനുമോളവിടെ ഈ കരയുന്ന സീനിലുണ്ടല്ലോ, എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കേട്ടോ. എനിക്ക് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചിട്ട് അറിയില്ല. ആ കുട്ടി അതുപോലെ അമ്മേനെയൊക്കെ സത്യമായിട്ട് എനിക്ക് ജീവിക്കണ്ട, ഞാൻ മരിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ഇടുന്ന സമയത്ത് അതിൽ പരം ഇനി വിശ്വസിക്കാനായിട്ട് മറ്റൊന്നും വേണ്ട നമുക്ക് എന്നാണ് എനിക്ക്. ചിലപ്പോൾ എൻ്റെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത അതിൻ്റെ ഉള്ളിലത്തെ കമൻറ്റ്, ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല, കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ പോയി കണ്ടതും ഇതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്തിടുന്നതും. എത്ര പേരിലേക്ക് ഇതെത്തും എന്നൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഇവിടെ അനുമോൾ എന്ന് പറയുന്നത് സത്യമാണ് എന്ന് വീണ്ടും 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 തെളിയിച്ചു. ഇനി 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ അവൾ ഒരുപാട് കുറ്റങ്ങൾ അവളുടെ മേൽ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. ആ ആരോപണങ്ങൾ എല്ലാം വെറും ആരോപണങ്ങളാണ് എന്ന് തെളിഞ്ഞതിൽ ഒരുപാട് എനിക്ക് ഇപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ചെയ്തത്. നിങ്ങൾക്കും ഒരുപാട് വിഷമമുള്ളവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഇതുപോലെ സത്യം തെളിയണം, അനുമോൾ അതുപോലെ വിഷമിക്കുന്നത് കണ്ടിട്ട് ഉള്ളു കടയുന്ന ഒരുപാട് പേരുണ്ട്. അവരും ഇത് കണ്ടിട്ട് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തത്.